ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ആക്ടിവിറ്റീസുമായിട്ടാണ്. ഒന്നാമത്തെ യൂണിറ്റിലെ ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന യൂണിറ്റിലെ മലയാളം എക്സ്പ്ലനേഷനും പറയുന്നുണ്ട് ഇവിടെ. ഓക്കെ, 1ാം ഭാഗവും 2ാം ഭാഗവും കാണാത്ത കൂട്ടുകാർക്കായി ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. ഓക്കെ, ഓരോ ലിവിങ് തിങ്സിനും അതിനനുയോജ്യമായ ഓരോരോ ആവാസ വ്യവസ്ഥയുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളോട് ആവാസ വ്യവസ്ഥയ്ക്ക്, അതായത് ഹാബിറ്റാറ്റിന് ഒരു ഡെഫിനിഷൻ നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയാലോ. ദ നാച്ചുറൽ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ആൻ ഓർഗാനിസംസ് ലിവ്സ് ഈസ് കോൾഡ് ഹാബിറ്റാറ്റ്. ഓക്കെ, ഇനി ഈ പിക്ചറിൽ ഏതൊക്കെയാണ് ഹാബിറ്റാറ്റ് എന്ന് കാണിക്കുന്നതെന്ന് അതിൻ്റെ പേര്, ഓരോന്നിൻ്റെ പേര് താഴെ കൊടുക്കാനാണ് പറയുന്നത്. ആദ്യത്തെ 2 അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്രാസ് ലാൻഡാണ്, അങ്ങനെ പറഞ്ഞാൽ എന്താ, പുൽമേടുകൾ. പിന്നെ രണ്ടാമത്തത് ഡെസേർട്ട്, മരുഭൂമിയാണ്. ഇനി മൂന്നാമത്തതിൻ്റെ പേരും 4ാമത്തതിൻ്റെയും അവിടെ കൂട്ടിച്ചേർക്കണം. മൂന്നാമത്തത് മാൻഗ്രൂവ്സ്, മാൻഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടുകൾ. 4ാമത്തത് പോളാർ റീജിയൻ, പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ ധ്രുവപ്രദേശങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ഫുഡ് കാർഡ്സ്. ഫുഡ് കാർഡ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇവിടെ 2 ജീവികളുടെ കൊടുത്തിട്ടുണ്ട്, ക്രോയുടെയും ഗോട്ടിൻ്റെയും. അപ്പോൾ ക്രോയ എന്തൊക്കെയാണ് കഴിക്കുക? സ്മോൾ ക്രിയേച്ചേഴ്സ്, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, ഫുഡ് വേസ്റ്റ്, റിമെയിൻസ് ഓഫ് ഡെഡ് ഓർഗാനിസംസ്. അതായത് ചെറിയ ജീവികൾ, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ, പിന്നെ ഫുഡിൻ്റെ വേസ്റ്റുകളൊക്കെ, പിന്നെ ചത്ത ജീവികളെയും കഴിക്കുന്നു. ഇനി ഗോട്ടിൻ്റെതോ ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ്, അല്ലേ, പുല്ല്, ഇലകൾ, പിന്നെ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളൊക്കെ കഴിക്കുന്നു. ഇതേപോലെ വേറെ 2 ക്രിയേച്ചേഴ്സിൻ്റെ ഫുഡ് കാർഡ്സ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ക്രിയേച്ചർ പാരറ്റ്, ഫുഡ് ഗ്രെയിൻസ്, നട്ട്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ധാന്യങ്ങൾ, നട്ട്സുകളുണ്ട്, പച്ചക്കറികൾ, പിന്നെ പഴവർഗ്ഗങ്ങൾ. നെക്സ്റ്റ് ക്രിയേച്ചർ കാറ്റ്, ഫുഡ് ഫിഷ്, റാറ്റ്, മീറ്റ്, റൈസ്, മീൻ, എലി, അതേപോലെ തന്നെ ഇറച്ചി, പിന്നെ നമ്മൾ ചോറിട്ട് കൊടുത്താൽ ചോറും കഴിക്കും. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ നമ്പേഴ്സ് ഗോ അപ്പ് ഓർ ഡൗൺ? എന്താണ്, നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ, ഫുഡ് വെബ് പഠിച്ചു. അതിലേതെങ്കിലും ഒരു ജീവിയുടെ എണ്ണം വർദ്ധിച്ചാലോ കുറഞ്ഞാലോ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് വിൽ ഹാപ്പൺ ഇഫ് ടൈഗേഴ്സ് ഡിസപ്പിയർഡ് ഫ്രം ദിസ് ഹാബിറ്ററ്റ്? അപ്പോൾ ടൈഗർ ഇതിൽ നിന്ന് കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ടൈഗർ കുറഞ്ഞാൽ ഡിയർ കൂടും, അല്ലേ, ഡിയറിനെ തിന്നാൻ വേണ്ടി ആളില്ല, അപ്പോൾ അത് കൂടും. അത് കൂടിയാലോ വിച്ച് ഓർഗാനിസം വിൽ ഇൻക്രീസ് എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു ഡിയർ ഇൻക്രീസ് ചെയ്യും. വാട്ട് വിൽ ഹാപ്പൺ ഇഫ് ദ ഡിയർ പോപ്പുലേഷൻ ഇൻക്രീസ്? അപ്പോൾ ഡിയർ കൂടിയാൽ എന്താ സംഭവിക്കുക? അപ്പോൾ എന്താണ്, പ്ലാന്റ്സിന്, അതായത് പുല്ലുകളുടെ എണ്ണം കുറയും, അല്ലേ. പുല്ലുകളുടെ എണ്ണം കുറയുമെന്ന് പറഞ്ഞാൽ പുല്ലുകൾ ഡിയറിന് മാത്രമേ കഴിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് ബഫലോനെ കാണുന്നുണ്ട്, അതേപോലെ ഗ്രാസ് ഹോപ്പറിനെയും കാണുന്നുണ്ട്. അപ്പോൾ ഈ 2 ക്രിയേച്ചേഴ്സിനും പുല്ല് കിട്ടാതാവും. ആര് മുഴുവൻ തിന്നു തീർക്കും? ഡിയർ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ദ ഇൻവേഡേഴ്സ്. ദ ഇൻവേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്രമണകാരികളാണ്. ദ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ഈസ് എ ഫിഷ് ഫൗണ്ട് ഇൻ ദ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ കണ്ടെത്തിയ ഒരു ഫിഷാണ് ആഫ്രിക്കൻ കാറ്റ് ഫിഷ്. ദേ ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ വെരി ക്വിക്ക്ലി. അത് പെട്ടെന്ന് വളരുകയും ചെയ്യും, പെട്ടെന്ന് മൾട്ടിപ്ലൈ ആവുക എന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി കഴിവ് ഒരുപാടാണ്. ഒരു മുട്ടയിടലോ അല്ല പ്രസവിക്കലോ ഉള്ള സമയത്ത് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ദേ ആർ ഫൗണ്ട് ആസ് ആൻ ഇൻവാസീവ് ഫിഷ് ഇൻ സം വാട്ടർ ബോഡീസ് ഓഫ് കേരള. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഇത് കണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ഫീഡ്സ് ഓൺ നാറ്റീവ് ഫിഷ് ഇൻ ദ വാട്ടർ ബോഡീസ്. അപ്പോൾ ഇത് മെയിനായിട്ടും ഭക്ഷിക്കുന്നത് ആ വാട്ടർ ബോഡീസിൽ തന്നെയുള്ള മറ്റു ഫിഷുകളെയാണ്. The organisms that feed on the African catfish are not found in our water bodies. ഈ ഇത്തരത്തിലുള്ള കാറ്റ്ഫിഷ്, ആഫ്രിക്കൻ കാറ്റ്ഫിഷ് നമ്മുടെ വാട്ടർ ബോഡീസിൽ കണ്ടുവരുന്നില്ല. പിന്നെ എന്താ, കേരളത്തിൽ ചിലയിടത്ത് കണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, പൊതുവെ കണ്ടുവരുന്നില്ല. പിന്നെ വാട്ട് വിൽ ഹാപ്പൺ ടു ദ ഹാബിറ്ററ്റ് ഇഫ് ആൻ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് റീച്ച് ഇൻ ടു എ ലോക്കൽ പോണ്ട്? ഇത് ഒരു സാധാരണ പോണ്ടിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? കാരണം നമുക്കറിയാം ഇത് മറ്റു ഫിഷുകളെയാണ് തിന്നുന്നത്. അപ്പോൾ സാധാരണ ഒരു പോണ്ടിലുണ്ടെങ്കിൽ അവിടെയുള്ള മറ്റു ഫിഷസിനെല്ലാം ഇത് തിന്നു തീർക്കും, ഇത് മാത്രമാവും, അല്ലേ.
Find out if your locality has any of these invasive organisms. Identify and present what problems they cause to other plants and creatures. നിങ്ങളുടെ പരിസരത്തോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്നത് ഇതേപോലെയുള്ള ജീവികൾ ക്രിയേച്ചേഴ്സ് ഉണ്ടെങ്കിൽ, എങ്ങനെയുള്ളത് മറ്റു ജീവികളെ നശിപ്പിക്കുന്ന ക്രിയേച്ചേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ. ആഫ്രിക്കൻ സ്നെയിൽ, അതായത് ആഫ്രിക്കൻ ഒച്ച്, very large, about the size of an average sized adult fist. Shells can reach 20 cm, ഏകദേശം 8 inch, and in length and 10 cm, 4 inch diameter. The shell is brownish with dark brown vertical stripes on at least half of the length of the shell. Coloration lightens to almost white at the tip of the shell. നമുക്കിവിടെ കൂട്ടിച്ചേർക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം ഈ സ്നെയിൽ നമ്മളുടെ കൃഷിയൊക്കെ നശിപ്പിക്കും. നെക്സ്റ്റ്, ഫുഡ് റിലേഷൻഷിപ്പ്. ലുക്ക് അറ്റ് ദ ഫുഡ് വെബ്. ഈ താഴെ കൊടുത്ത ഫുഡ് വെബ് നോക്കുക. ഗ്രാസ് തിന്നുന്ന ക്രിയേച്ചേഴ്സിനൊക്കെ നോക്കാം. വേംസ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രാസ് ഹോപ്പർ ഉണ്ട്, ഓക്കെ, പിന്നെ ഏതുമുണ്ട്, സ്ക്വിറലും ഉണ്ട്. അപ്പോൾ ഗ്രാസ് തിന്നുന്നതായി. ഇനിയിപ്പോൾ വേമിന് ആര് തിന്നുന്നു? ഹെന്നലെ കോക്ക തിന്നുന്നു, കോഴി തിന്നുന്നു. പിന്നെയോ കോഴിയെ ആര് തിന്നുന്നു? ഫോക്സ്. സ്ക്വിറലിനെ ഫോക്സ് കൂടാണ്ട് ക്യാറ്റ് തിന്നുന്നു. ക്യാറ്റിനെ ആര് തിന്നുന്നു? വൾച്ചർ തിന്നുന്നു. അതേപോലെ ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് തിന്നുന്നു, ഫ്രോഗിനെ സ്നേക്ക് തിന്നുന്നു, സ്നേക്കിനെ വൾച്ചർ തിന്നുന്നു, അല്ലേ? അപ്പോൾ ഇതൊരു ഫുഡ് വെബാണ്. ഇനി എന്താണ് പറയുന്നത്? ഇതിൻ്റെ എല്ലാം സിംഗിളായിട്ടുള്ളൊരു വേർഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഗ്രാസിന് ആര് തിന്നുന്നു? വേമ് തിന്നുന്നു. വേമിനെ ആര് തിന്നുന്നു? കോക്ക് അല്ലെ ഹെന്ന് അല്ലെ കോഴി തിന്നുന്നു. കോഴിയെ ഫോക്സ് തിന്നുന്നു. ഫോക്സിനെ ആര് തിന്നുന്നു? വൾച്ചർ തിന്നുന്നു. കമ്പയർ ഫുഡ് ചെയിൻസ് യു ഹാവ് റിട്ടൺ ആൻഡ് ലിസ്റ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. ഇപ്പോൾ ഫസ്റ്റ് ലിങ്കിൽ എന്താ വരിക? ഗ്രാസ് തന്നെയാണ് വരിക. ലാസ്റ്റ് ലിങ്കിൽ വൾച്ചർ വരും, അല്ലേ? ഏത് നോക്കിയാലും ഫസ്റ്റ് നമുക്ക് ഗ്രാസിൽ സ്റ്റാർട്ട് ചെയ്ത് മിഡിലിൽ വേറുള്ള ക്രിയേച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. ലാസ്റ്റ് ആര് വരുന്നു? വൾച്ചർ വരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 3 പറയുന്നത്. ഇതിൻ്റെ ബാക്കി പാർട്ട് 4 ഉടനെ ഉണ്ടാവും. എല്ലാ കൂട്ടുകാരും കാണുക. ഓക്കെ, താങ്ക് യു.